അൻസിബയും ഇപ്പോൾ അർജുനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അർജുൻ ഇത്രയും ഊളയാണെന്ന് അറിഞ്ഞില്ല എന്നാണ് ഋഷി പറയുന്നത്. ഋഷിയും അർജുനും ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അർജുൻ പറഞ്ഞു, എനിക്ക് സംസാരിക്കണമെന്നുണ്ട്, നീ വായോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അർജുനെ ഒരുപാട് ഫീൽ ചെയ്ത അർജുൻ കരഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ചെരിപ്പൂരി അടിക്കുമെന്ന് ഋഷി പറഞ്ഞത് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അതെന്നെയാണ് പറഞ്ഞത് എന്നാണ് ഞാൻ കരുതിയത് എന്നാണ് അർജുൻ പറഞ്ഞു. ഋഷി പറഞ്ഞല്ല, അത് എന്നെ തന്നെ അടിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ഋഷി അത് തിരുത്തുന്നുണ്ട്. പക്ഷെ പിന്നീട് അവിടെ ഇരുന്ന് ഋഷി ശ്രീധുവിനെ കുറിച്ചും അപ്സരയെക്കുറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് അർജുൻ്റെ അടുത്ത്. അപ്പോൾ ഋഷിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലായിരുന്നു അർജുന്. അർജുൻ പറയുന്നുണ്ട്, ശ്രീധു പറഞ്ഞതൊന്നും ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കിളി പോയ അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. നീ എന്നെ ചെരിപ്പൂരി അടിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം അവിടെ നടന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ആകെ കിളി പോയൊരു അവസ്ഥയിലായിരുന്നു ഞാൻ, അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഋഷി ചോദിക്കുന്നുണ്ട്, ശ്രീധു പറഞ്ഞത് ശരിയാണോ തെറ്റാണോ, എന്താണ് നിന്റെ അഭിപ്രായം, എന്നെ നോമിനേറ്റ് ചെയ്യാൻ പാടുണ്ടോ, ശരണ്യയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തിന് ശ്രീധു കഥയറിയാതെ ആട്ടം കാടി എന്നെ നോമിനേറ്റ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവിടെ അർജുൻ പറയുന്നുണ്ട്, അത് ശ്രീധുവിൻ്റെ വിഷയമല്ല, അതിനെങ്ങനെയാണ് ഞാൻ മറുപടി പറയുക എന്ന് അർജുൻ ചോദിച്ചു. അത് ഋഷിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഓ, നിനക്ക് അതിനൊന്നും ഇപ്പം മറുപടി ഇല്ലാലേ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്സരയുടെ വിഷയം ചോദിച്ചു. അപ്സരയുടെ വിഷയം ചോദിച്ചപ്പോൾ ജിൻഡോനെ എന്തിനാണ് അവിടെ അങ്ങനെ ജിൻഡോന്റെ വിഷയം എടുത്തിട്ടത്, അതിനുശേഷം നോറ എന്നിട്ട് നോമിനേറ്റ് ചെയ്ത് എന്നിട്ട് നോറയുടെ അടുത്ത് നൈസായിട്ട് സോറി പറഞ്ഞു. അങ്ങനെ ഒരു ഗെയിം കളിക്കേണ്ട ആവശ്യകത അപ്സരയ്ക്ക് അവിടെ എന്തിനാണ്? ഇത്രയും ഒരു ചീഞ്ഞ കളി, നാറിയ കളി എന്നൊക്കെയാണ് അവർ പറയുന്നത്, അത് കളിക്കേണ്ട ആവശ്യകത എന്തായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അർജുൻ്റെ അടുത്ത്. അർജുൻ മൊത്തത്തിൽ കിളി പോയിട്ടിരിക്കുകയാണ്. അർജുൻ ഒന്നും പറയാനില്ല. അർജുൻ തല കുമ്പിട്ടിരിക്കുകയാണ്. നിനക്ക് എന്താ ഇതിനൊന്നും ഒരു മറുപടി ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറഞ്ഞു, അതൊക്കെ അവരുടെ ഗെയിമാണ്, അവരുടെ ഗെയിമിൽ എനിക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു. അത് ഋഷിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഋഷി പറഞ്ഞു, നീ സേഫ് ഗെയിം കളിച്ചിരിക്കുക, നീ ആ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ പോയിരിക്കുക, അവരുടെ കൂടെ നീ ഇനി കൂടിക്കോ, ഇനി എനിക്ക് നിന്റെ അടുത്ത് ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഋഷി അവിടെ നിന്ന് അർജുൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് വരാണ്. പിന്നീട് അർജുനെ കുറിച്ച് ഋഷി വന്ന് അൻസിബയുടെ അടുത്ത് സംസാരിക്കുകയാണ്. അൻസിബയുടെ അടുത്ത് ഇവൻ ഇത്രയും മൂളയാണെന്ന് നമ്മൾ അറിഞ്ഞില്ല, ഇവൻ ഇത്രയും തൻ്റെ ഉള്ളൂ, ഇവൻ സേഫ് ഗെയിം കളിക്കുകയാണ്, ഇവനാണോ നമ്മൾ കൂടെ കൂട്ടിയത് എന്നൊക്കെ അവരവിടെ ഇരുന്ന് പറയുന്നുണ്ട്. എന്തായാലും മൊത്തത്തിൽ അടിച്ചു പിരിഞ്ഞ ഒരു അവസ്ഥയാണുള്ളത്. ആരെയും തള്ളി പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അർജുൻ ഇപ്പം നിൽക്കുന്നത്. അവരെയും ഇവരെയും ആരെയും തള്ളി പറയാൻ വയ്യ. പക്ഷെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്ന അർജുന് എന്തിനാണ് ഈ ഫ്രണ്ട്സിന്റെ എല്ലാം കൂട്ട് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒറ്റയ്ക്കാണ് കളിക്കാൻ വന്നതെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ കളിച്ച് നേടുക, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെയും കൂട്ടുകെട്ടുകളെയും പിടിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അർജുനെ, നീ ഇത്രയും കഷ്ടപ്പെട്ട് ബിഗ് ബോസിലേക്ക് വന്നത് എല്ലാം വെറുതെയായി പോവും. ഇപ്പോൾ കേൾക്കുന്ന ചീത്തപ്പേരുകൾ ഇനി കൂടത്തേ ഉള്ളൂ. ഇനിയെങ്കിലും ഒറ്റയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിന്ന് കളിച്ചാൽ അർജുന് കൊള്ളാമെന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും അവിടെ ഋഷി പലതവണ അൻസിബയുടെ അടുത്തും ഇരുന്ന് പറയുന്നുണ്ട്. അതിൽ കൂട്ടത്തിൽ എങ്ങനെ എണ്ണ കോരി ഒഴിക്കാനായിട്ട് അവിടെ ജാൻമണിയുമുണ്ട്, ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അർജുൻ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് അറിഞ്ഞില്ല, ഇത്രയും ഊളയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായം.